ബോട്ടിൽ പോയിട്ട് അതിന് അടിത്തട്ട് എന്ന് പറഞ്ഞൊരു പടം സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു 2ാം ബെസ്റ്റ് സെക്കൻഡ് മൂവി. അതിന് ഞങ്ങള് 10-20 ദിവസം കടലിൽ പോയിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. അതെങ്ങനെയായിരുന്നു ഏട്ടാ കടലിലെ ഒരു ജീവിതമൊക്കെ? കടലിൽ വെള്ളത്തിന്റെ മുകളില്. അല്ലാതെ പിന്നെ അതിന്റെ അകത്ത് അമ്മയുടെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റൂലല്ലോ. കടൽ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഈ ചെറിയ ഓളങ്ങളില്ലേ, അത് വലിയ ഓളങ്ങളാണ് ശരിക്കും. അതായത് ഈ ബോട്ട് നിൽക്കൂല ഒരിക്കലും. ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ക്യാമറമാൻ പറഞ്ഞേ ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റില്ല ക്യാമറ ഒന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞേ ഇത് കുറവാണ്, അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതോറും വലിയ ഓളങ്ങളാണ്, ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ക്യാമറ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ക്യാമറ അപ്പോ ഹാൻഡിൽഡ് ക്യാമറ മറ്റേ സ്റ്റെബിലൈസ്ഡ് സാധനം യൂസ് ചെയ്യുമായിരിക്കും അല്ലേ ഏട്ടാ? ഗിംബൽസ്. അല്ലാതെ സ്റ്റഡി ആയിട്ട് വെള്ളം സ്റ്റഡി ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് തന്നെ അത് ഈ അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കാര്യം എല്ലാം സമാധാനപരമായിട്ടും എല്ലാം സ്റ്റഡി ആയിട്ട് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്തു തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം ഒതുങ്ങി എല്ലാം സേഫാക്കി എല്ലാം ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ നടക്കൂല. പ്രശ്നങ്ങളിലൂടെ തന്നെ നമ്മൾ മുന്നേറണം. കാരണം ഇപ്പൊ തിരകളുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ നമ്മൾ ഓപ്പോസിറ്റ് എന്തെങ്കിലും സാധനം വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ആണ് പോസിറ്റീവ് കമന്റ്സിനേക്കാൾ കൂടുതൽ മോട്ടിവേഷൻ തരുന്നത്. കാരണം ഞാൻ എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്നത് ഈ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് തെറിവിളികളും അല്ലെങ്കിൽ ഈ സൈബർ ബുള്ളിങ്ങുകളും എടുത്ത് കിട്ടുമ്പോൾ എനിക്ക് അതൊന്ന് ഒന്നുകിൽ അവരെ പ്രൂവ് ചെയ്യണം, അവർക്ക് റോങ് ആയിട്ട് അതല്ല എന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഹി ഈസ് വെരി ഗുഡ് എന്ന് പറയുന്ന ഒരു അപ്രീസിയേഷന്റെ കമന്റ് അത് ചിലപ്പോൾ ഒരു അഹങ്കാരത്തിലേക്കേ നയിക്കുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇല്ലാതെയാവും. ആ ഒരു കമന്റ് അതൊന്നും മുന്നോട്ട് പോവില്ല. നീ നന്നാവില്ലടാന്ന് ഒരുത്ത പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യം ഇല്ലടാ നന്നാവാതിരിക്കാൻ താഴത്തില്ലടാ, അത് ആ ഒരു അഹങ്കാരം വരും. അല്ല അത് ആ ഒരു ഇത് വരും, തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. അത് അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവരും നമ്മളെ അങ്ങനെ. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവാനും ലോകം രക്ഷപ്പെടാനും കാരണം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യൂദാസാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കാൻ ഒരാളുണ്ടായത് കൊണ്ടാണല്ലോ യേശുവിനെ ലോകത്തിന് വേണ്ടി മരിക്കാൻ പറ്റിയത്. അങ്ങനെയുള്ള ആംഗിളിലൊക്കെ ചിന്തിക്കണോ ഈശ്വര? ആണോ? അല്ല, അല്ലെങ്കിൽ അപ്പൊ പുള്ളിയല്ലേ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അത് വിചാരിച്ചു നമ്മുടെ കൂട്ടുകാരന് ഒറ്റ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അപ്പൊ എല്ലാ നെഗറ്റീവ്സിനെയും ഒരു പോസിറ്റീവ് ലൈറ്റിലും നമ്മൾ അതിനെ കാണുന്ന രീതിയിൽ അതിനെ പോസിറ്റീവ് ആക്കും. പക്ഷെ ചിലവർ വന്ന് വെറും പച്ചത്തെറി വിളിക്കും, അതിനെ നമ്മൾ പഴുത്തത്തെറിയാക്കിയാൽ മതി. നമ്മൾ തിരിച്ചു കൊടുക്കണോന്നാണോ അതോ തിരിച്ചു കൊടുക്കണ്ട? നമ്മുടെ ജോലി നമ്മൾ ചെയ്താൽ മതി. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ലക്ഷ്യത്തിന്റെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാ. നമ്മൾ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവര് വിജയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോവും. മനസ്സിലായി? ഇപ്പൊ നമ്മൾ അതിന് പ്രതികാരം ചെയ്യാൻ പോവുക അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കാൻ പോയി കഴിഞ്ഞാൽ സിനിമയിൽ മാത്രം 2.5 മണിക്കൂർ കൊണ്ട് തീരുള്ളൂ കഥ. നമ്മൾ ഈ വഴിക്ക് പോകേണ്ട ആള് ആ വഴിക്ക് പോവും. മനസ്സിലായ?